അപ്പൊ ഈ 3 വിഭാഗക്കാരെയാണ് മെയിനായിട്ട് നമ്മള് SC, ST ന്യൂനപക്ഷം ആൾക്കാരുടെ പ്രൊട്ടക്ഷനെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പറയണത് ട്ടോ. ഇനി ഇതിലെന്നെ പണ്ടുണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നാണ് ഈ ജാതിയുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വേർതിരിവ്. അത് അൺടച്ചബിലിറ്റി ആവാം, തൊട്ടുകൂടായ്മയായിരിക്കാം. നിങ്ങള് പല സമരങ്ങളും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവാം. അതായത് ഈ താഴ്ന്ന ജാതിക്കാര് എന്താ പറയാ റോട്ടിൽ കൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറെ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെ ഉള്ള യാത്ര മാറാൻ വേണ്ടി വൈക്കം സത്യാഗ്രഹം, അങ്ങനെ പാനീയ സത്യാഗ്രഹം, ഇതൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹങ്ങളാണ്. ഇതൊക്കെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ഒരു ഡിസ്ക്രിമിനേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് ഒരു ഹൈ കാസ്റ്റ്, ലോ കാസ്റ്റ് എന്നുള്ള ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വിവേചനം വരണത്. അപ്പൊ പണ്ട് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് തൊട്ടുകൂടായ്മ. ഈ താഴ്ന്ന ജാതിക്കാർക്ക് മേൽജാതിക്കാരെ തൊടാൻ പാടില്ല, അവർ പോണ വഴി കൂടെ പോവാൻ പാടില്ല. അങ്ങനെ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ തീണ്ടല്, അതേപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കണതായാലും അവരെന്തോ ഒരു മോശമാണെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു സമൂഹം ആയിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ അറിയാം, കളറിന്റെ ബേസിലും അല്ലെങ്കിൽ പല പഠിപ്പിന്റെ ബേസിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെയോ പല രീതിയിലുള്ള വിവേചനങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയണത് കേട്ടോ. അപ്പൊ അയിത്താചാരണം എന്ന് പറഞ്ഞാൽ ഈ തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഈ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ സാധനം, അതിന് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ നൽകുന്നത് ഈ പറഞ്ഞ സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. ഓക്കെ. അപ്പൊ ഈ നിയമം അനുസരിച്ചാണ് ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സാധനത്തിന് സിവിൽ അവകാശ സംരക്ഷണ നിയമം വർഷവും പഠിക്കണം. 1955 അനുസരിച്ചാണ് തൊട്ടുകൂടായ്മ എന്നുള്ള അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത്. അപ്പൊ ആ നിയമം നിലവിൽ വന്നത് ഈ പറഞ്ഞ സിവിൽ അവകാശ നിയമം നമ്മൾ പറഞ്ഞു 1955 നിലവിൽ വന്നത്. അത് നിലവിൽ വന്നത് 1955 ജൂൺ 1. അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ആണ് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, അതിന്റെ മലയാളം മീനിങ് ആണ് പൗരാവകാശ സംരക്ഷണ നിയമം. ഇതിന്റെ ആദ്യത്തെ പേരായിരുന്നു തൊട്ടുകൂടായ്മ നിരോധന നിയമം. അപ്പോ ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ ഈ നിയമം, തൊട്ടുകൂടായ്മ നിരോധന നിയമം, ഈ അൺടച്ചബിലിറ്റീസ് ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത് 1955 അതിന്റെ ആദ്യത്തെ പേരാണ് ഈ 1955 നിലവിൽ വന്ന ഈ നിയമത്തിന്റെ ആദ്യത്തെ പേരാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം. പിന്നീടാണ് അത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയാം. ഈ പറഞ്ഞ പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ ആദ്യത്തെ പേരാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം. വർഷം 1955. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. ഓക്കെ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് അയിത്താചാരം, അയിത്തം, തീണ്ടിക്കൂടായ്മ, ഇതിനൊക്കെ എതിരെ വന്ന ഒരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധന നിയമം. ഓക്കെ. ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെയാണ് ഈ പറഞ്ഞ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ അത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് അറിയപ്പെടുന്നു. മുന്നേ അത് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നായിരുന്നു 1955. ഇനി ഈ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ വന്നൊരു ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാലും അത് ആർട്ടിക്കിൾ 17 ആണ്. അപ്പൊ ഇതിലാണ് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അനുസരിച്ചാണ് തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത്. ഒരുപാട് വട്ടം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ നിയമം ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തൊട്ടുകൂടായ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. ചിലവർക്കൊക്കെ ഇപ്പോഴും അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും. താഴ്ന്ന ജാതിക്കാര് ഇരിക്കണോടത്ത് നമ്മൾ പോയി ഇരിക്കില്ല, അങ്ങനെയൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കായാലും ഇപ്പൊ ചിലപ്പോ ഒരു ഒരു നമ്മുടെ വേറെ സ്റ്റേറ്റിലുള്ള ഇന്ത്യൻസിനെയൊക്കെ, ഒരു ബംഗാളികളോ അങ്ങനെയൊക്കെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അവരെ തൊടാൻ
അപ്പൊ പല രീതിയിലും വിവേചനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇനി ഈ നിയമം ഇന്ത്യയിൽ ഉടനീളം ബാധകമായിട്ടുള്ള നിയമമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ നിയമം, തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ഇപ്പൊ അത് അറിയപ്പെടുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1955 ഈ നിയമം വന്നത്. ഭരണഘടനയില് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 17. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട്. ഓക്കെ, ആ മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് സമത്വം. സമത്വം ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ, പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ കിട്ടും. സമത്വത്തിനുള്ള മൗലിക അവകാശമുണ്ട്, ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ പല മൗലിക അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അതില് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള സംഭവമാണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പറയണത്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു മാത്രം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വം എന്ന് പറഞ്ഞ ഒരു മൗലികാവകാശം ഉണ്ട്. ആ മൗലികാവകാശത്തിൽ കുറച്ച് വരുന്ന ആശയങ്ങളാണ് ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുക. ഒരു രീതിയിലും ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ജന്മസ്ഥലത്തിന്റെ പേരിലോ ഒരു രീതിയിലുമുള്ള വിവേചനങ്ങൾ പാടില്ല എന്ന് പറയണതാണ് ഈ പറഞ്ഞ സമത്വത്തിന് ഉള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പോ ഇനി പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക, അത് ആർട്ടിക്കിൾ 16 വരണതാണ് കേട്ടോ. ഈ ജാതി മതം അത് ആർട്ടിക്കിൾ 15 വരണതാ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 18 വരണതാ. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ പറഞ്ഞ സമത്വത്തിനുള്ള അവകാശങ്ങൾ പെടുക. ജാതി, മതം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ നിരോധിക്കുക, അതേപോലെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. സ്ഥാനപ്പേര് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഈ നമുക്ക് ഒരു തരത്തിലുള്ള സ്ഥാനപ്പേരുകളും പാടില്ല എന്നാണ്. ആകപ്പാടെ പറ്റുന്നത് മറ്റേ മിലിറ്ററി പരമായിട്ടുള്ള അതിനൊന്നും പ്രശ്നമില്ല. അല്ലാണ്ട് നമ്മൾ സ്ഥാനപ്പേരുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ളതല്ല, അക്കാഡമിക്സ് പരമായിട്ടുള്ള സ്ഥാനപ്പേരല്ല പറയണത്. അല്ലാണ്ടുള്ള സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും പഠിക്കുന്നതിനായി 1965 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ഇളയ പെരുമാൾ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയില് പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനം, അവരെ പറ്റി അവർക്കെതിരെയുള്ള തൊട്ടുകൂടായ്മകൾ അതൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇല്ല, അതിനുവേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ഈ പറഞ്ഞ ഇളയ പെരുമാൾ കമ്മിറ്റി എന്ന് പറയണത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ ഇപ്പൊ പഠിക്കണ്ട, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തണ്ടോന്ന് എനിക്ക് അറിയില്ല, അപ്പൊ പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ആ ആർട്ടിക്കിളുകൾ ഇപ്പൊ പഠിക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. പലതരം മൗലിക അവകാശങ്ങളുണ്ട്. അപ്പൊ ആ മൗലിക അവകാശങ്ങള് വരണ ഒന്നാണ് സമത്വം എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ വരണതാണ് ഈ പറഞ്ഞ പേര്, ജാതി പേര്, അങ്ങനെയുള്ള സാധനങ്ങൾ പദവികളൊക്കെ നിരോധിച്ചു. അതേപോലെ തന്നെ മതം, വർഗം, ജാതി, ലിംഗം ഇതിന്റെ പേരിലൊന്നും വിവേചനം പാടില്ല. എല്ലാവർക്കും അവസര സമത്വം ഒക്കെ കിട്ടിയത് ഈ സമത്വത്തിനുള്ള മൗലികാവകാശത്തിന്റെ അണ്ടറിൽ വരണതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് കേട്ടോ. 6 തരത്തിലുള്ള മൗലികാവകാശമാണ് ഭരണഘടനയിലുള്ളത് കേട്ടോ. 6 തരത്തിൽ, ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. 6 തരത്തിലുള്ള മൗലികാവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയണത്. അത് 14 മുതൽ അതില് 6 തരത്തിലുള്ളതിൽ സമത്വത്തിനുള്ള മൗലികാവകാശം പറഞ്ഞ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് കേട്ടോ. പിന്നെ വരുന്ന മൗലികാവകാശമാണ് സ്വാതന്ത്ര്യം, അത് 19 തൊട്ട് 22 വരെയാണ്. പിന്നെ ചൂഷണത്തിനെതിരായിട്ടുള്ളതുണ്ട്, അത് ആർട്ടിക്കിൾ 23, 24 വരുന്നത്. പിന്നെ മതസ്വാതന്ത്ര്യം 25 തൊട്ട് 28 വരെയാണ്. പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ളത് 29, 30,
ഭരണഘടനാപരമായ പ്രതിവിധിക്ക് ആർട്ടിക്കിൾ 32. ഇത്രയും 6 മൗലിക അവകാശങ്ങളുണ്ട്. അതിലെ സമത്വത്തിൽ അണ്ടറിൽ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞ ജാതി, മത, വർഗ, ലിംഗത്തിന്റെ പേരിലൊന്നും വിവേചനം പാടില്ല, അവസര സമത്വം, അതേപോലെ ഒരു പദവികളും അതൊക്കെ നിരോധിച്ചുകൊണ്ട് സ്ഥാനപ്പേരുകളൊക്കെ നിരോധിക്കണത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ അതൊന്നും പഠിച്ചില്ലെങ്കിലും 6 മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന് പഠിക്കുക. അതിൽ സമത്വത്തിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ വരണേന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC ST ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോണത് കേട്ടോ. പട്ടികജാതി പട്ടികവർഗ അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ശിക്ഷാ നടപടികൾ അടങ്ങിയിരിക്കുന്ന ഒരു നിയമത്തിനെയാണ് ഈ പറഞ്ഞ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC ST, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുന്ന നിയമം. ഓക്കെ, SC ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം, അതാണ് ഈ പറഞ്ഞ SC ST അട്രോസിറ്റീസ് ആക്ട്. ഇത് പാർലമെന്റ് പാസ്സാക്കിയത് 1989 സെപ്റ്റംബർ 11 ഈ 1989 ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. SC ST അട്രോസിറ്റീസ് ആക്ടിന്റെ വർഷം ചോദിച്ച 1989 ഈ നിയമം നിലവിൽ വന്ന് 90 ജനുവരി 30 രണ്ടു പ്രാവശ്യം ഭേദഗതി ചെയ്തുണ്ട്. ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, VP സിംഗും ആണ് പ്രസിഡന്റ്. സോറി, ഈ നിയമം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്, പാസ്സാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അപ്പോ SC ST അതിക്രമം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം നിലവിൽ വന്നത് 1989 പിന്നെ ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി. പാസ്സാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പിന്നീട് നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി VP സിംഗും ആയിരുന്നു. ഓക്കെ, പിന്നെ ഇത് പാസ്സാക്കിയത് 1989 സെപ്റ്റംബർ 11. ഈ പറഞ്ഞ ഇത് ചോദിക്കാറുണ്ട് PSC. 1989 നമ്മളിപ്പോ പറഞ്ഞ SC ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമം, അതാണ് നമ്മളിപ്പോ പറഞ്ഞ അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് നിയമത്തിലാണ്? ഇപ്പൊ ഇന്നലത്തെ OAയുടെ എക്സാമിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനുഷ്യാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണെന്നൊക്കെ ചോദിച്ചു നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോ ഇതേപോലെ സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണെന്ന് ചോദിക്കും. അപ്പൊ അത് 1989 ഈ SC ST അട്രോസിറ്റീസ് ആക്ടിലാണ്, അതായത് SC ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമത്തിലാണ് ഈ പറഞ്ഞ സോഷ്യൽ ബോയ്ക്കോട്ട് അല്ലെങ്കിൽ സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി SC ST വിഭാഗങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഇഷ്യൂ, അവർക്കെതിരെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ കേസ് സാധാരണ പോലീസുകാർക്ക് അന്വേഷിക്കണേക്കാൾ പോലീസുകാരല്ല അതിന്റെ ഉത്തരവാദിത്തം, അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം, അത് അന്വേഷിക്കേണ്ടത് DYSP റാങ്ക് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ. അപ്പൊ അവർക്ക് അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട്, ഈ നിയമപ്രകാരമുള്ള കേസ് അന്വേഷിക്കേണ്ടത് DYSP റാങ്ക് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഓക്കെ, അപ്പൊ സാമൂഹിക ബഹിഷ്കരണം എന്ന നിയമം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് 1989 SC ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു നിയമം പറഞ്ഞു, അൺടച്ചബിലിറ്റി, അയിത്തത്തിനെതിരെയുള്ള വന്ന അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം 1955 നിലവിൽ വന്നിട്ടുണ്ട്. ഇത് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം വന്ന നിയമം 1989 SC ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമത്തിലാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ SC ST വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടെങ്കിൽ കേസുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട അവരെ ഉപദ്രവിക്കണതോ അവർക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തീർപ്പാക്കാൻ 30 ദിവസത്തിനുള്ളിലൊക്കെ തീർപ്പാക്കണം എന്നാണ് നിയമത്തിൽ പറയണത്. ഇനി അവർക്ക് എന്തെങ്കിലും രീതിയിലും
എന്തെങ്കിലും ഈ SC ST വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അവരെന്തെങ്കിലും അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ അവർക്ക് പുനരധിവാസവും ധനസഹായവും ഒക്കെ അനുവദിക്കേണ്ടത് ജില്ലാ കളക്ടറാണ് കേട്ടോ. ഇതും ചോദിച്ചിട്ടുണ്ട്. ആരാണ് അവർക്ക് പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ജില്ലാ കളക്ടറാണ്. ഇനി മുന്ന് 2018 വന്ന ഒരു നിയമ ഭേദഗതിയാണ് ഈ SC ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കാന്ന്. അതായത് ഇവരെ ഏതെങ്കിലും രീതിയിൽ അതിക്രമങ്ങൾക്ക് വിധേയരാകാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് വളരെ വലിയ അപകടകരമായ ഒരു തെറ്റാണ്. അവരെ ഒരു രീതിയിലും നമ്മൾ ഉപദ്രവിക്കാനോ അവരുടെ അവകാശങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്യാനോ പാടില്ല. അത് നിയമത്തിന്റെ മുന്നിൽ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അപ്പൊ അവരുടെ ഇപ്പൊ മറ്റേ നമ്മൾ ഇന്നാള് മധു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് കണ്ടോ നിങ്ങളൊക്കെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരെ എന്തെങ്കിലും അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതി ഒക്കെ വന്നിട്ടുണ്ട്. അത് 2018 നിലവിൽ വന്നത് കേട്ടോ. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുൻകൂർ ജാമ്യം അനുവദിക്കാം എന്നതിന് സുപ്രീം കോടതി വിധി വന്ന കേസ് 2018 സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിൽ ഇങ്ങനെ കുറ്റാരോപിതരായവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റും എന്നൊരു വിധി പിന്നീട് വന്നിട്ടുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി SC ST അട്രോസിറ്റീസ് ആക്ട് 1989 അനുസരിച്ചുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ 6 മാസം തടവാണ് കേട്ടോ. ഏറ്റവും കൂടിയ ശിക്ഷയാണെങ്കിൽ ജീവപര്യന്തം തടവും കിട്ടും. അപ്പൊ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്ന ശിക്ഷ കുറഞ്ഞത് 6 മാസം തടവ്, കൂടിയത് ജീവപര്യന്തം തടവാണ്. അത് നമ്മൾ ചെയ്യണ കുറ്റത്തിനനുസരിച്ച് കിട്ടും. ഇനി SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏതെങ്കിലും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് എന്തെങ്കിലും കേസ് വന്നിട്ട് ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ട്, SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പിന്നെ ആ വ്യക്തിനെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞ് പിന്നീട് മനസ്സിലായി ഇത് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വധശിക്ഷ കൊണ്ട് മരണപ്പെട്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റായ വിവരം നൽകിയ ആൾക്ക് വധശിക്ഷ നൽകാവുന്നതാണ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ അവരെ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിനെ കുറ്റാരോപിതനാക്കിക്കൊണ്ട് കോടതി കണ്ട് വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് തെളിയാണ് ആ SC ST വിഭാഗത്തിൽപ്പെട്ട ആ വ്യക്തി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തത്, അവർക്കെതിരെ തെറ്റായി പരാതി കൊടുത്ത ആൾക്കെതിരെ വധശിക്ഷ നൽകാൻ പറ്റും. ഓക്കെ. ഇനി SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വ്യക്തി പോലീസ് സൂപ്രണ്ടാണ്. അദ്ദേഹം അത് DGPക്ക് കൈമാറും. നേരത്തെ നമ്മൾ പറഞ്ഞു DYSP റാങ്കിൽ കുറയാത്ത ഒരാൾ വേണം ഇങ്ങനെയുള്ള ഇവരുമായിട്ട് ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ. പിന്നെ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വ്യക്തി പോലീസ് സൂപ്രണ്ടാണ്. അത് DGPക്ക് കൈമാറും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇതൊക്കെ ചോദിക്കൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ OAല് പോക്സോ കേസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതില് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രിയിൽ കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ പാടില്ല എന്ന്. അതിൽ ഒരു ഓപ്ഷൻ വന്നത് രാത്രിയിലും പകലും കുട്ടീനെ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായി കൊടുത്തത്. പ്രൊവിഷണൽ കീ പ്രകാരം ഞാൻ നോക്കിയിട്ടില്ല. അത് തന്നെയാണ് ആൻസർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആക്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ കുറെ സെഷൻസ് ഒന്നും അല്ല കാണാപ്പാഠം പഠിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ആരാണ് ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത്? DYSP റാങ്കിൽ കുറയാത്തൊരു പോലീസുകാരനായിരിക്കണം അന്വേഷിക്കേണ്ടത്. പിന്നെ ആരാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഈ ഇമ്പോർട്ടന്റ് ആക്ടില് ആശയങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്തേക്ക് പോവാം. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന SC ST പ്രൊട്ടക്ഷൻ സെല്ലിന്റെ തലവൻ ആരൊക്കെയാണ്? അപ്പൊ സംസ്ഥാന സർക്കാരിന് ഒരു SC ST പ്രൊട്ടക്ഷൻ സെല്ല് രൂപീകരിക്കാനായിട്ട് അധികാരമുണ്ട്. അതിന്റെ തലവനാണ് ഒന്ന് DGP ആവാം, ADGP ആവാം, IGP ആവാം എന്നിവരാണ്. അപ്പൊ വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ പറഞ്ഞ സെല്ലിന്റെ തലവൻ. ഇതിൽ ആരെങ്കിലും ഒക്കെ ആവാം കേട്ടോ. ഇനി SC ST വിഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളാണ് 341. ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 341 1, 342 1. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ADGPയോ DGPയോ അങ്ങനെ ഏത് പോസ്റ്റിലിരിക്കണ പോലീസ് ഓഫീസേഴ്സിനാണ്
അങ്ങനെ ഈ പറഞ്ഞ സെല്ലിന്റെ തലവനാവാൻ പറ്റുകയെന്നൊക്കെ. ഇനി SC/ST അട്രോസിറ്റീസ് ആക്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ കൊടുത്തേക്കണേ. ഏതൊക്കെ കാര്യങ്ങൾ ഇവർക്കെതിരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റകരമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ സെഷൻ 3 ഈ പറഞ്ഞ അതിക്രമങ്ങളുടെ ശിക്ഷയെ പറ്റിയൊക്കെ പറയുന്നത്. 3 മുതൽ 9 വരെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കാം. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനടുത്ത് മാലിന്യങ്ങൾ തല്ലുന്നത് കുറ്റാണ്. അപ്പൊ എന്തൊക്കെയാണ് SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനടുത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണ്. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ്. അപ്പൊ അവരുടെ താമസ സ്ഥലത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ മാലിന്യം കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വഴിയരികിൽ മാലിന്യം കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് പ്രോപ്പർ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ അതിന് മെമ്പർഷിപ്പും കറക്റ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ വല്ലവരും ഫോട്ടോ ഒക്കെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല ഫൈൻ അടിക്കും. അതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. പക്ഷെ SC/ST വിഭാഗത്തിൽപ്പെട്ടവരെ താമസ സ്ഥലത്തിന്റെ അടുത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണ്. അതേപോലെ അവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ്. പിന്നെ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ പ്രത്യേക ഇത് SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണം. അതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനായിട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഒക്കെ തെറ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ മതി. ഇനി കുറച്ച് നിർവചനങ്ങളുണ്ട്. അതില് ആശ്രിതൻ എന്ന് പറയണത് ആരെയാണെന്നാണ് പറയണത്. ഇരയെ പൂർണ്ണമായോ ഭാഗികമായോ ആശ്രയിച്ച് ജീവിക്കുന്ന ഇരയുടെ ഭാര്യയോ മാതാവോ കുട്ടിയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ എന്ന് അർത്ഥമാക്കുന്നു. ഇവിടെ ഇര എന്ന് പറയണത് ഏതെങ്കിലും ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാള്. ഓക്കെ, അവരെയാണ് ഇര എന്ന് ഉദ്ദേശിക്കണത്. നമ്മളിപ്പോ SC/ST വിഭാഗത്തിനെതിരെയുള്ള അവരെ സംരക്ഷിക്കാനുള്ള നിയമമാണല്ലോ പഠിക്കണത്. ഓക്കെ, അപ്പൊ അവരെ ആശ്രയിച്ച് കഴിയുന്ന, പൂർണ്ണമായിട്ടായിരിക്കാം ഭാഗികമായിട്ടോ ആശ്രയിച്ച് ജീവിക്കുന്ന ആ വ്യക്തിയുടെ ഭാര്യയായിരിക്കാം, മാതാവായിരിക്കാം, കുട്ടിയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളോ. അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയണവരെയാണ് നമ്മൾ ആശ്രിതൻ എന്ന് പറയുന്നത്. ഇനി അതിക്രമം അല്ലെങ്കിൽ ആട്രോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ നിയമത്തിലെ സെഷൻ 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങൾ. നമ്മൾ നേരത്തെ കുറെ സെഷൻസ് 3 വരണത് പറഞ്ഞു. അവരുടെ അവിടെ കൊണ്ട് മാലിന്യങ്ങൾ തള്ളുന്നത്, താമസ സ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റാണ്, സ്ഥലം തട്ടിയെടുക്കുന്ന കുറ്റാണ്, അടിമപ്പണി ചെയ്യിക്കുന്ന കുറ്റാണ്. അങ്ങനെ കുറെ ഇതിന്റെ ഇടയിൽ ഇനിയും വരും. അപ്പൊ അതിൽ പറയണ കുറ്റങ്ങളൊക്കെ അതിക്രമങ്ങളാണ്. ഓക്കെ, ഇനി സാമ്പത്തിക ബഹിഷ്കരണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബഹിഷ്കരണം പഠിച്ചിരുന്നു. അതെന്ത് ബഹിഷ്കരണം? സാമൂഹിക ബഹിഷ്കരണം എന്നൊരു പദം 1989 നിയമത്തിൽ വരുന്നതാണെന്ന് പഠിച്ചിരുന്നു. അത് നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ് ആ ടേം? സാമൂഹിക ബഹിഷ്കരണമാണ് കേട്ടോ. ഓക്കെ, സാമ്പത്തിക ബഹിഷ്കരണത്തിൽ വരണതാണ്. ഈ നിയമത്തിൽ സാമ്പത്തിക ബഹിഷ്കരണം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതില് എന്തൊക്കെ വരുന്നുണ്ട്? മറ്റൊരാളുമായി ഇടപെടാനോ ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ വിസമ്മതിക്കുക. ഇതൊക്കെ നമ്മുടെ SC/ST ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയണതാണ്. SC/ST വിഭാഗത്തിലുള്ള ഒരാൾക്കാരുമായിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ ഒക്കെ വിസമ്മതിക്കുക. ഇനി സേവനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാറോ അവസരങ്ങളൊക്കെ നിഷേധിക്കുക. ഇപ്പൊ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ നൽകാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിഷേധിക്കാനോ അതൊക്കെ ചെയ്യണത് തെറ്റാണ്. സാധാരണ ബിസിനസ്സിൽ ചെയ്യുന്ന നിബന്ധനകൾ ചെയ്യാൻ വിസമ്മതിക്കുക. ഒരാൾ മറ്റൊരാളുമായി നിലനിർത്തുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഓക്കെ, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. എന്താ പറയാ, അവരുമായിട്ട് ജോലി ചെയ്തു പോവാനോ അല്ലെങ്കിൽ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളായതിന്റെ പേരിൽ അവർക്ക് സാധാരണ ആളുകൾക്ക് കിട്ടാറുള്ള പോലെ ബിസിനസ് ഡീലിങ്സോ അല്ലെങ്കിൽ അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ റെഡി ആവാതിരിക്കുക. ഒരു ഹയർ കാസ്റ്റ് ആണ് ഇപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആള്, അതുകൊണ്ട് ഈ ലോവർ കാസ്റ്റിലായി നിങ്ങൾ ലോവർ കാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ബിസിനസ് ഉടമ്പടി ചെയ്യില്ല, വേറെ എന്തെങ്കിലും റീസണിന്റെ പേരിൽ. ഓക്കെ, അതല്ല, ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവരുടെ ബിസിനസ് അവരുമായിട്ട് ജോലിയിൽ ഏർപ്പെടില്ല. ചിലവര് പറയില്ലേ, ഇപ്പം അവിടെ കുറെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഉള്ളത് കൊണ്ട് പേരിൽ ഞാൻ അവിടെ ജോലി ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയണതില്ലേ. അങ്ങനെയൊക്കെ അവരുമായിട്ട് സഹകരിച്ചു പോകാത്തത് ഒക്കെ ഈ നിയമപ്രകാരം
തെറ്റാണ് കേട്ടോ. തെറ്റ് ഇതില് സാമ്പത്തിക ബഹിഷ്കരണം എന്നതിൽ ഉദ്ദേശിക്കണം അവരുമായിട്ട് ബിസിനസ് ചെയ്യാനോ അവരുമായിട്ട് ഇടപെടാനോ ഒക്കെ റെഡി ആവാതിരിക്കാണത്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണാണ് സാമൂഹിക ബഹിഷ്കരണം. നേരത്തെ നമ്മൾ പറഞ്ഞ സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. ഒരാളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തും. ഇപ്പൊ സ്കൂളിലായാലും ക്ലാസ്സിലാണ് എങ്കിലും ഒരു കുട്ടീനെ ഇപ്പൊ SC കുട്ടികൾക്കാകുമ്പോ നിയമം വേറെ പല നിയമങ്ങളും വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഇന്ന ജാതിയിലുള്ള ഒരു കുട്ടി ആയതിന്റെ പേരിൽ മറ്റുള്ളവരൊന്നും ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളായതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുക, ഒരാളെ മറ്റൊരാളുമായി നിലനിർത്തുന്ന സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിർബന്ധിക്കുക. നീ ഒരു SC ST വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ ഇപ്പൊ നമ്മൾ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറയണില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് അവരെ വിട്ടു നിൽക്കാനായിട്ട് നിർബന്ധിക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും ആചാരപരമായ സേവനം സ്വീകരിക്കുന്നതിനെ തടയുക. ഒരു ദളിത് വംശത്തിൽപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാളായതിന്റെ പേരിൽ ഇന്ന അമ്പലത്തിൽ കയറാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പണ്ട് നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നും പ്രവേശനമൊന്നും അനുവദിച്ചിരുന്നില്ല. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ക്ഷേത്ര പ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിലവിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആചാരപരമായിട്ടുള്ള സേവനം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ സാമൂഹിക ബഹിഷ്കരണം എന്ന്. അവരെ ഒറ്റപ്പെടുത്തുക, സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുന്നതിനെയാണ് സാമൂഹിക ബഹിഷ്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും രണ്ടു തരം ബഹിഷ്കരണം നമ്മൾ പറഞ്ഞു: സാമ്പത്തിക ബഹിഷ്കരണം, അതേപോലെ തന്നെ സാമൂഹിക ബഹിഷ്കരണം. ക്ലിയർ ആയോ? ഇതൊക്കെ അവരെ എന്താ പറയാ, സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പർപ്പസ് കൊണ്ട് ചെയ്യണ പല കാര്യങ്ങളും തെറ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ പല കാര്യങ്ങളും അവർക്ക് റിസർവേഷനും അങ്ങനെയൊക്കെ കൊടുക്കണത്, അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് പല രീതിയിലുള്ള സംവരണങ്ങളും ഇപ്പോഴും നടക്കുന്നത്. ഇപ്പൊ സാമ്പത്തിക സംവരണം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സംവരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഈ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ ഓരോ റിസർവേഷനും അങ്ങൊക്കെ കൊടുക്കുന്നത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിന്റെ പേരിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം. വിക്ടിം. ഈ നിയമത്തിന് കീഴിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഫലമായി ശാരീരികമോ മാനസികമോ വൈകാരികമോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തി ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാളായതിന്റെ പേരിൽ ഈ അവരനുഭവിക്കുന്ന ചിലയിടത്ത് വിവേചനം ചെയ്യും, അല്ലെ? ചില ജോലി സ്ഥലങ്ങളില് അവര് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതിന്റെ പേരിൽ ജോലിയിൽ വിവേചനങ്ങൾ, അവരോട് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട്, അവരോട് സംസാരിക്കാനോ അവരുടെ അടുത്തിരിക്കാനോ അങ്ങനെ ഒരു ഇപ്പൊന്നും ഇല്ല, എന്നാലും പണ്ടത്തെ നിങ്ങൾക്ക് സിറ്റുവേഷൻ ആലോചിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവര് ഇന്ന ജാതിപ്പെട്ടതായതുകൊണ്ട് അവരെ വൈകാരികമായിട്ടോ സാമ്പത്തികമായിട്ടോ വിഷമിപ്പിക്കുക, ഇതൊക്കെ ഇര എന്നൊരു ഇതിൽ വരണതാണ് കേട്ടോ. ആ വ്യക്തികളുടെ ബന്ധുക്കളും രക്ഷിതാക്കളും അവകാശികളും ഒക്കെ ഈ ഇരയുടെ ഇതിൽ ഉൾപ്പെടും കേട്ടോ. ഇത് നോട്ട് ചെയ്യണേ. ആ വ്യക്തിയുടെ ബന്ധുക്കളും രക്ഷിതാക്കളും ഒക്കെ വരും, ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കും. ഇനി എന്താ സാക്ഷി? സാക്ഷി നമ്മൾ സാധാരണ പറയുന്ന സാക്ഷി തന്നെ. ഈ നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിനോ വിചാരണയ്ക്കോ ആവശ്യമായ വസ്തുക്കളും വിവരങ്ങളും കൈവശമുള്ള വ്യക്തിയെ സാക്ഷി എന്ന് വിളിക്കാം. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു കേസിൽ സാക്ഷി എന്ന് പറയണത് അതിനെപ്പറ്റി എന്തെങ്കിലും അറിവോ വിവരങ്ങളോ കയ്യിൽ വശമുള്ളതോ കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ളതോ ആയിരിക്കും നമ്മൾ സാധാരണ സാക്ഷി എന്ന് പറയാ. ഈ വ്യക്തി അത്തരം കേസിന്റെ അന്വേഷണത്തിനോ വിചാരണയ്ക്കോ ഇടയിലോ വിവരങ്ങൾ നൽകാനും ഏതെങ്കിലും രേഖ ഹാജരാക്കാനും ആവശ്യമായി വന്നേക്കാം. നമുക്ക് സാധാരണ സാക്ഷിന് എന്താണ് ഈ അതിന് അന്വേഷണത്തിനും വിചാരണത്തിനും ഒക്കെ സാക്ഷിനെ നമ്മൾ ഹാജരാക്കേണ്ടി വരുമല്ലോ, അത് ഇനി പറയണുള്ളൂ. ഇനി വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. ഇനി ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ജില്ലാ കളക്ടർ. ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രി, ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ജില്ലാ കളക്ടറുമാണ്. ഇനി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വ്യക്തിയോടുള്ള അതിക്രമങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നാണ് ഈ പറയാ. അവരെ കൊണ്ട് നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ താമസ സ്ഥലത്ത് മാലിന്യങ്ങൾ കൊണ്ടൊഴുക്കണത്,
മാലിന്യങ്ങൾ തള്ളണത്, അവരെ കൊണ്ട് അടിമപ്പണിയൊക്കെ ചെയ്യിക്കണത് ഒക്കെ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വ്യക്തിയോടുള്ള അതിക്രമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഭിക്ഷാടനം അല്ലെങ്കിൽ അടിമപ്പണി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, അവര് ഇന്ന കാസ്റ്റ് ആയതിന്റെ പേരിൽ അവരെ കൊണ്ട് ഭിക്ഷാടനം, അല്ലെങ്കിൽ അവർ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് അടിമപ്പണിയൊക്കെ ചെയ്യിപ്പിക്കണതൊക്കെ തെറ്റാണ്. പൊതു ഇടങ്ങളിൽ വെച്ച് ജാതിപ്പേര് വെച്ച് അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാം. അത് ചിലവർക്ക് ഉള്ളതാണ്. പൊതു ഇടങ്ങളിൽ വെച്ച് അവരെ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക, അപമാനിക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിപ്പോ മാനുഷികമായിട്ടായാലും നിയമപരമായാലും നമ്മൾ ഒരാളെ കളിയാക്കാനോ അങ്ങനെ അധിക്ഷേപിക്കാനോ പാടില്ല. ഓക്കെ, പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ഒരംഗത്തെയോ ചെയർപേഴ്സണെയോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഒരംഗം എന്ന കാരണത്താൽ തന്റെ കർത്തവ്യം ചെയ്യുന്നതിൽ നിന്ന് തടയുക. അതായത് ഇപ്പൊ നമുക്കറിയാം കുറെ സംവരണങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ഒരു മെമ്പർ ആയിരിക്കാം ഈ പറഞ്ഞ SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാള്. ഇനി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നതൊക്കെ ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യത്തിൽ വരുന്നതാണ്. SC ST വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവർക്ക് ഇന്നത് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയാ അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ അതിലെ അംഗമൊക്കെ ആയിരിക്കാം മേ ബി. അപ്പൊ അവർക്ക് ആ വിഭാഗത്തിൽപ്പെട്ട അംഗം ആയതിന്റെ പേരിൽ അവരെ കർത്തവ്യം ചെയ്യുന്നതെന്ന് അവരെ തടയുക. ഇനി വോട്ട് ചെയ്യാതിരിക്കുന്നതിനോ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനോ നിയമപരമല്ലാതെ വോട്ട് ചെയ്യിക്കുന്നതിനോ പ്രേരിപ്പിക്കാം. അതായത് SC ST വിഭാഗത്തിൽപ്പെട്ട ആള് ആയതുകൊണ്ട് എന്താ പറയാ, അവരെ കൊണ്ട് അവരെ ചൂഷണം ചെയ്യാന്ന് പറയില്ലേ, ഇന്ന ആള് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വേണ്ടി വോട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ അവരെ അനാവശ്യമായിട്ട് വോട്ടിങ്ങിന്റെ പേരിലോ എന്തിന്റെ പേരിലായാലും ഇനിയിപ്പോ ചിലവര് പറയും നിങ്ങൾ ഇന്ന ഇതായത് കൊണ്ട് വോട്ട് ചെയ്യണ്ട. ഓക്കെ, ഇതൊക്കെ നടക്കണ കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണല്ലോ അങ്ങനെ നിയമം വരണത്. നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ കാണുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ വോട്ട് ചെയ്യാതിരിക്കുന്നതിനോ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനോ നിയമപരമല്ലാതെ വോട്ട് ചെയ്യുന്നതിനൊക്കെ പ്രേരിപ്പിക്കാം. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ദേവത, ആരാധന വസ്തു അല്ലെങ്കിൽ ദേവദാസി തുടങ്ങിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അനാവശ്യമായിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ എന്താ പറയാ ചൂഷണം ചെയ്യണത്. നിങ്ങൾക്കറിയാം ദേവദാസി കൺസെപ്റ്റ് ഒക്കെ എന്താണെന്ന് അറിയാം, ഞാൻ പറയണില്ല. അപ്പൊ അനാവശ്യമായിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ദേവത, ആരാധന വസ്തു തുടങ്ങിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി യോഗ്യമല്ലാത്ത പദാർത്ഥം കഴിപ്പിക്കുക അല്ലെങ്കിൽ കഴിക്കാനോ കുടിക്കാനോ നിർബന്ധിക്കുക. ഓക്കെ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഇപ്പൊ മേ ബി ഹയർ കാസ്റ്റിലുള്ള എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര്, അവര് ഹയർ കാസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് അവരെ കൊണ്ട് ഭക്ഷ്യയോഗ്യ അല്ലാത്ത, നീ ഇന്ന ജാതിപ്പെട്ട ആളാണ് അതുകൊണ്ട് ഇന്ന ലെവലുള്ള ഭക്ഷ്യയോഗ്യ അല്ലാത്ത പദാർത്ഥം കഴിക്കാനോ കുടിക്കാനോ നിർബന്ധിക്കുക. ഇതൊക്കെ ഈ നിയമപ്രകാരം തെറ്റാണ്. ഓക്കെ, ഇനി പട്ടികജാതി പട്ടിക വിഭാഗക്കാർ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളെ ദുഷിപ്പിക്കുകയോ മലിനമാക്കുകയോ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാലിന്യങ്ങൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കുക, അവരുടെ ജലസ്രോതസ്സുകൾ ദുഷിപ്പിക്കുക ഒക്കെ ചെയ്യണത്. ഒരു സ്ത്രീയെ അവർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ചുവയോടെ മനഃപൂർവ്വം സ്പർശിക്കുക, ലൈംഗിക സ്വഭാവമുള്ള വാക്കുകളോ പ്രവർത്തികളോ ആംഗ്യങ്ങളോ കാണിക്കുക. അതായത് നമുക്കറിയണ കാര്യം തന്നെയാണ്. ഒരു എന്താ പറയാ, ഈ ഒരു ലോ കാസ്റ്റിലാണെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടീനെ അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യുക, ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുക, അതൊക്കെ മോശമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സിനെ അങ്ങനെ കുറെ രീതിയിൽ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നതിന്റെ പേരിൽ ആ സ്ത്രീനെ ഇങ്ങനെ ലൈംഗികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്നതൊക്കെ തെറ്റാണ്. ഇനി പട്ടികജാതിയിലോ പട്ടികവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ കുടുംബത്തിന്റെയോ ഗ്രൂപ്പിന്റെയോ മേൽ സാമൂഹികമോ സാമ്പത്തികവുമായ ബഹിഷ്കരണം ചുമത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ബഹിഷ്കരണം, ബോയ്ക്കോട്ടിങ് എന്താന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി വീടോ ഗ്രാമമോ മറ്റു താമസ സ്ഥലമോ വിട്ടുപോകാനോ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യാം. നിങ്ങൾക്കറിയാം ആ സ്ഥലം ഈ പറഞ്ഞ മാതിരി വിട്ടുപോകാനൊക്കെ ആയിട്ട് അവരെ ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, അല്ലെ ഞങ്ങളുടെ സ്ഥലം എന്നല്ല ഉദ്ദേശിക്കണേ, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവരെ ഉപദ്രവിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനൊക്കെ ശ്രമിക്കാം.
മേൽ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സെഷൻ 3(1) പ്രകാരം ലഭിക്കുന്ന ശിക്ഷ 6 മാസത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്ന തടവും പിഴയും ശിക്ഷയാണ്. ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. അവർക്കെതിരെയുള്ള ഇപ്പൊ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരെ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുക, അവരുടെ കൂടെ ജോലി ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാനോ റെഡി ആവാതിരിക്കുക, പിന്നെ അവരുടെ ജലസ്രോതസ്സുകള് അവരുടെ ആ വീടിന്റെ പരിസരമൊക്കെ മലിനാക്കുക, അതേപോലെ തന്നെ അവരെ ആ സ്ഥലം വിട്ടുപോകാനായിട്ട് നിർബന്ധിക്കുക, അതിന് പ്രേരിപ്പിക്കുക, പിന്നെ അവരെ കൊണ്ട് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുക, കുടിപ്പിക്കുക. ഇനിയും പിന്നെന്താ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക, പിന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ അവരുടെ കർത്തവ്യം ചെയ്യുന്നതെന്ന് അവരെ തടയുക, വോട്ടിന്റെ കാര്യത്തില് ഭിക്ഷാടനം, അടിമപ്പണി അതൊക്കെ ചെയ്യിക്കുക. ഇതൊക്കെ ഈ നിയമപ്രകാരം നിങ്ങൾ ആശയം പഠിച്ചാൽ മാത്രം മതി, തെറ്റാണ്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. PYQ ആണ് പറയണേ. ഇതൊരു LDC എക്സ് സർവീസ്മെനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ പറഞ്ഞേ. ആരും ആൻസർ പറഞ്ഞില്ലല്ലോ. ഏത് നിയമത്തിലാ സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ പറഞ്ഞതാണ് ഏത് നിയമത്തിലാണെന്ന്. വേണമെങ്കിൽ ഒന്നുകൂടി ഓപ്ഷൻ തരാം ഞാൻ. ഓപ്ഷൻ എ ഇന്ത്യൻ ഭരണഘടന 1950. ഓപ്ഷൻ സി സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. ഓപ്ഷൻ സി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഓപ്ഷൻ ഡി പട്ടികവർഗക്കാരും മറ്റു പാരമ്പര്യ വനവാസികളും വനാവകാശ നിയമം 2006. ഏത് നിയമപ്രകാര? ഞാൻ ഒന്ന് ഓപ്ഷൻ തെറ്റിച്ചാണ് പറഞ്ഞത്. അല്ല, ഇതിലുള്ള പോലെയല്ല പറഞ്ഞു, ക്വസ്റ്റ്യനിലുള്ള പോലെയല്ല. ഓക്കെ, ഏതാ നിയമം? പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 അനുസരിച്ചാണ് അല്ലെ? ഓക്കെ, അതാണ് BC എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയത്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 സാമൂഹിക ബഹിഷ്കരണം എന്ന ടേം ഉപയോഗിച്ചാണ് കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ തെറ്റിക്കാൻ സാധ്യത സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 ചിലവര് തെറ്റി പറയും, അത് തെറ്റാണ്. സാമൂഹിക ബഹിഷ്കരണം എന്ന ടേം ഉപയോഗിച്ചേക്കണത് 1989 നിയമത്തിലാണ് കേട്ടോ, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമത്തില്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ഓപ്ഷൻ എ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക. ശരിയാണോ? ശരിയാണ്. ബാക്കിയുള്ളവരും കൂടി ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക. ഓക്കെ, അടുത്ത പോയിന്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടാ, ഞാനത് പറയാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരെ പുനരധിവാസം ഉണ്ടോ?
നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ പുനരധിവസിപ്പിക്കേണ്ടത് ആരാണെന്നൊക്കെ. ആരാ പുനരധിവസിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞേ? ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിലാണ് പുനരധിവസിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്നായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. മുകളിൽ പറഞ്ഞവയെല്ലാം LDC മെയിൻസിന് ചോദിച്ചതാണ് കേട്ടോ. ഒരു LDCയുടെ മെയിൻസിന് ചോദിച്ചതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തേക്ക് പോവാം കേട്ടോ. ഈ സാമൂഹിക ബഹിഷ്കരണം എന്നുള്ള പോയിന്റ് ഒക്കെ പഠിച്ചു വയ്ക്കുക കേട്ടാ. കുറച്ചു നേരം കഴിയുമ്പോ അൺടച്ചബിലിറ്റി വന്ന നിയമം ഏതാ? അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഏത് നിയമത്തിലാണ് വന്നത്? അൺടച്ചബിലിറ്റി അത് നമ്മൾ പറഞ്ഞതാ. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ. ആർട്ടിക്കിളും നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 17 അത് ഇമ്പോർട്ടന്റ് ആ. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞു വന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അത് 1955 നിയമത്തിൽ കേട്ടാ, പൗരാവകാശ നിയമത്തിൽ. ഇനി പൊതുസേവകന്റെ ചുമതലകൾ. പൊതുസേവകൻ എന്ന് ഉദ്ദേശിക്കുന്ന പബ്ലിക് സർവന്റ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അംഗമല്ലാത്ത ഏതൊരു പൊതുപ്രവർത്തകനും ഈ നിയമത്തിലും അതിന്റെ കീഴിലുള്ള ചട്ടങ്ങൾക്കും വിധേയമായി നിർവഹിക്കേണ്ട ചുമതലകൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ നീട്ടിയേക്കുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. അതായത് ഒരു പബ്ലിക് സർവന്റ്, SC/ST വിഭാഗത്തിൽ പെടാത്ത ഒരു പബ്ലിക് സർവന്റ് ആള് ഈ നിയമപ്രകാരം ഇതിന്റെ ചട്ടങ്ങൾക്ക് വിധേയമായി ഏതെങ്കിലുമൊക്കെ ചുമതലകൾ നിർവഹിച്ചില്ല, മനഃപൂർവ്വം അവഗണിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ നീട്ടിയേക്കുന്നതുമായ തടവ് ശിക്ഷ കിട്ടും കേട്ടോ. ഈ നിയമത്തിലെ ഉചിതമായ വകുപ്പുകൾ പ്രകാരം ഈ നിയമത്തിനും മറ്റും പ്രസക്തമായ വ്യവസ്ഥകൾക്ക് കീഴിൽ ഒരു പരാതിയോ FIR ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ ഒരു പൊതുസേവകന്റെ ചുമതലയാണ്. ഓക്കെ. പിന്നെ ഇരകളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തുക, രേഖപ്പെടുത്തുന്ന വിവരങ്ങളുടെ ഒരു പകർപ്പ് വിവരദാതാവിന് നൽകുക. ഇതൊക്കെ ഒരു പബ്ലിക് സർവന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇരകളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തുക, രേഖപ്പെടുത്തുന്ന വിവരങ്ങളുടെ ഒരു പകർപ്പ് വിവരദാതാവിന്, ആ പകർപ്പ് വിവരം കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുക. ഇനി വിവരദാതാവ് വാമൊഴിയായി നൽകുന്ന വിവരങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എഴുതിയതിനു ശേഷം വിവരദാതാവിന്റെ ഒപ്പ് വാങ്ങുന്നതിന് മുമ്പായി നൽകിയ വിവരങ്ങൾ വിവരദാതാവിനെ വായിച്ചു കേൾപ്പിക്കുക. ഒന്നുമില്ല, നമ്മള് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പോയി, നമ്മൾ പറഞ്ഞ കാര്യം അവരവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ വാമൊഴിയായിട്ട് എഴുതി ആ സാധനം എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ ആ വിവരം പറഞ്ഞ ആളോട് അത് വായിച്ചു കേൾപ്പിക്കണം ഒപ്പിടുന്നതിന് മുന്നേ. അതാണ് പറയുന്നത്. ഇനി പരാതിമേൽ അന്വേഷണം നടത്തി 60 ദിവസത്തിനകം കുറ്റപത്രം ഈ നിയമപ്രകാരം സ്ഥാപിതമായ സ്പെഷ്യൽ കോടതിയിലോ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോടതിയിലോ സമർപ്പിക്കുക. കാലതാമസം ഉണ്ടായാൽ അതിന്റെ കാരണം രേഖാമൂലം വിശദമാക്കുക. ഈ നിയമത്തിലോ അതിന് കീഴിലുള്ള ചട്ടങ്ങൾക്കോ വ്യക്തമാക്കിയിട്ടുള്ള മറ്റേതെങ്കിലും കടമ നിർവഹിക്കുക. അപ്പൊ ഇതൊക്കെ ഒരു പബ്ലിക് സർവന്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ. അത് ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് 6 മാസത്തിൽ കുറയാത്ത 1 വർഷം വരെ നീട്ടിയാക്കുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. ഓക്കെ. ഇനി ഏതെങ്കിലും പ്രമാണവും ഇലക്ട്രോണിക് റെക്കോർഡും ശരിയായി തയ്യാറാക്കുകയും ഫ്രെയിം ചെയ്യുകയും വിവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇനി കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെഷൻ 5. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഏറെക്കുറെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടയാൾ തുടർന്നും അതേ കുറ്റകൃത്യം രണ്ടാമതും ആവർത്തിച്ച് ആ വ്യക്തിക്ക് 1 വർഷത്തിൽ കുറയാത്തതും ആ കുറ്റകൃത്യത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുമുള്ള ശിക്ഷയുടെ കാലത്തോളം നീട്ടാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് അറിഞ്ഞിരിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അംഗമല്ലാത്ത ഏതൊരു പൊതുപ്രവർത്തകനും ഈ നിയമത്തിനും അതിന്റെ കീഴിലുമുള്ള ചട്ടങ്ങൾക്കും വിധേയമായി നിർവഹിക്കേണ്ട ചുമതലകൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം നീട്ടാവുന്ന തടവ് കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ വന്നത്. പ്രത്യേക കോടതികൾ. ഓക്കെ. ആ ഓപ്ഷൻ വന്ന സാധനം, അതായത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതി സ്ഥാപിക്കുക എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് കേട്ടോ. സെഷൻ 14 സ്പെഷ്യൽ കോടതികളെ കുറിച്ചും എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോടതികളെ കുറിച്ചും പരാമർശിക്കുന്നത്. അതായത് ദ്രുതഗതിയിലുള്ള നടപടികൾക്കായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോടെ ഒരു ജില്ലയ്ക്കായോ അതിലധികം ജില്ലകൾക്കോ ഒരു സ്പെഷ്യൽ കോടതി സ്ഥാപിക്കുക. അപ്പൊ ഈ ആട്രോസിറ്റീസ് 1989 ഈ പറഞ്ഞ SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരു പ്രത്യേക കോടതികൾ പെട്ടെന്ന് നടപടികൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോടുകൂടി
ഒരു ജില്ലയ്ക്കായോ ഒന്നിലധികം ജില്ലയ്ക്കായോ സ്പെഷ്യൽ കോർട്ടുകൾ സ്ഥാപിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ നിയമത്തിന് കീഴിലുള്ള കേസുകൾ കുറവായ ജില്ലകളിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടെ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നതിനുള്ള പ്രത്യേക കോടതിയെ സെഷൻസ് കോടതി സ്ഥാപിക്കാം. ഓക്കെ, ഇതന്നെ പറയണത് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഗസറ്റിൽ വിജ്ഞാപനമൊക്കെ ഇറക്കിയിട്ട് സ്പെഷ്യൽ കോടതിയിലൊക്കെ പ്രത്യേക കോടതിയെ സെഷൻസ് കോടതിനെയൊക്കെ സ്ഥാപിക്കാം. അതായത് അതിന് സ്പെഷ്യൽ കോടതി ആവശ്യമില്ലെങ്കിൽ ഈ പറഞ്ഞ സെഷൻസ് കോടതിനെ സ്പെഷ്യൽ കോടതിയാക്കി മാറ്റാം. ഈ നിയമപ്രകാരമുള്ള കേസുകൾ 2 മാസത്തിനുള്ളിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മതിയായ കോടതികൾ സ്ഥാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ്. അപ്പൊ ഇവർക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കണം. അതിനാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ കോടതികളൊക്കെ സ്ഥാപിക്കാനായിട്ട് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യണത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയണത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അപ്പീലുകള്. ഒരു സ്പെഷ്യൽ കോടതിയുടെ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോടതിയുടെ വിധിമേൽ, അതായത് ഒരു കോടതിയിൽ നമുക്ക് ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അവിടെ ഒരു വിചാരണയൊക്കെ നടത്തി കഴിഞ്ഞാൽ അതില് തൃപ്തരല്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. എല്ലാ നിയമത്തിലും നമ്മൾ സാധാരണ അപ്പീൽ പോവാറുള്ളതാണ്. നമുക്കത് സെറ്റ് ആയില്ലെങ്കിൽ അപ്പൊ അപ്പീലിനെ പറ്റി പറയുന്ന സെഷനാണ് സെഷൻ 14A. അതായത് വിധി വന്ന് 90 ദിവസത്തിനകം അപ്പീൽ സമർപ്പിക്കണം. ഓക്കെ, വിധി വന്ന 90 ഡേയ്സിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാത്തതിന് മതിയായ കാരണമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പ്രസ്തുത 90 ദിവസത്തെ കാലാവധി അവസാനിച്ച ശേഷവും ഹൈക്കോടതിക്ക് അപ്പീൽ പരിഗണിക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സ്പെഷ്യൽ കോടതി അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോടതികള് ഈ SC ST വിഭാഗത്തിൽപ്പെട്ടവരുടെ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കേസിൽ വിധി വന്നു, അതിന് അപ്പീൽ പോവാൻ 90 ഡേയ്സിനുള്ളിൽ അവർക്ക് അപ്പീൽ പോവാൻ അധികാരമുണ്ട്. ഇനി അപ്പീൽ പോവാനായിട്ട് 90 ദിവസത്തിനുള്ളിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതിന് മതിയായ കാരണം വല്ലതും ഉണ്ടെങ്കിൽ 90 ദിവസത്തിന്റെ കാലാവധി കഴിഞ്ഞും ഹൈക്കോടതിക്ക് അപ്പീൽ പരിഗണിക്കാം. എന്നാൽ 150 ദിവസത്തെ കാലാവധി അവസാനിച്ച ശേഷം ഒരു അപ്പീലും പരിഗണിക്കാൻ പാടില്ല. ഈ വകുപ്പ് പ്രകാരം നൽകുന്ന എല്ലാ അപ്പീൽ സ്വീകരിച്ച തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം. എന്ത് കാര്യമായാലും അപ്പീലായാലും എല്ലാ അപ്പീലുകളും അപ്പീൽ സ്വീകരിച്ച തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം. അപ്പൊ അപ്പീൽ പോവാൻ പറ്റും. അപ്പീൽ പോണെങ്കിൽ വിധി വന്ന് 90 ദിവസത്തിന്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, 90 ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീൽ പോണം. പിന്നെ അപ്പീല് തീയതി സ്വീകരിച്ച് 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം. പിന്നെ എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ 150 ദിവസം കാലാവധി അവസാനിച്ചാലും നമുക്ക് അപ്പീല് പോവാൻ പറ്റും. എന്നാൽ 150 ദിവസത്തെ കാലാവധിക്ക് ശേഷം അപ്പീല് പോവാനായിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാൻ പറ്റും ഈ നിയമപ്രകാരം. അതേപോലെ തന്നെ അപ്പീലിനുള്ള അനുവാദം ഉണ്ട്. ഈ സ്പെഷ്യൽ കോടതികളുടെ വിധിയിലും മേല് തൃപ്തരല്ലെങ്കിൽ അപ്പീല് പോവാം. അപ്പീല് പോകേണ്ടത് 90 ഡേയ്സിനുള്ളിലാണ്. മതിയായ കാരണം ഉണ്ടെങ്കിൽ 90 ഡേയ്സ് കഴിഞ്ഞിട്ടും അപ്പീല് പോകാൻ പറ്റും. എന്നാൽ 150 ദിവസം കഴിയാൻ പാടില്ല. ഈ പറഞ്ഞ അപ്പീലുകൾ ഒക്കെ ഈ അപ്പീല് വന്ന ആ ആപ്ലിക്കേഷൻ കൊടുത്ത ആ തീയതി മുതൽ ഈ പറഞ്ഞ സാധനം 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം. ഓക്കെ, അപ്പീൽ സ്വീകരിച്ച തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. SC ST വിഭാഗങ്ങൾക്കുള്ള അതിക്രമം തടയുന്ന നിയമപ്രകാരം ഇതിന്റെ കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആരാ? DSP റാങ്കിൽ കുറയാത്തൊരു ആള്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കേണ്ട വ്യക്തി ആരാ? SP. SP അത് ആർക്ക് കൊടുക്കും? DGPക്ക് കൊടുക്കും. ഇനി ഇരകൾക്കും സാക്ഷികൾക്കും നീതി ലഭിക്കുന്നതിനായി താഴെ പറയുന്ന അവകാശങ്ങൾ നടപ്പിലാക്കാനായി പദ്ധതി
നടപ്പിലാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ്. എന്ത്? അതിക്രമത്തിന് ഇരയായവർക്കോ അവരുടെ ആശ്രിതർക്കോ പണമായോ വസ്തുക്കളായോ അടിയന്തര സഹായം നൽകുക. ഇതൊക്കെ ഈ പറഞ്ഞ നിയമം അനുസരിച്ച് ഇരകൾക്ക് കിട്ടേണ്ട ന്യായമായ ആവശ്യമാണ് കേട്ടോ. അത് നടപ്പിലാക്കി എന്ന് തീരുമാനിക്കേണ്ടത്, അത് നടപ്പിലാക്കി എന്നത് ഉറപ്പിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് കേട്ടോ. അതിക്രമത്തിന് ഇരയായവർക്കോ അവരുടെ ആശ്രിതർക്കോ പണമായോ വസ്തുക്കളായോ അടിയന്തര സഹായം നൽകുക. പിന്നെ മരണമോ പരിക്കോ വസ്തുവകൾക്ക് നാശമോ സംഭവിച്ചവർക്ക് സമാശ്വാസം നൽകുക, അവരെ ആശ്വസിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. FIRന്റെ പകർപ്പ് സൗജന്യമായി നൽകുക. ദുരിതാശ്വാസ തുക സംബന്ധിച്ച് അതിക്രമത്തിന് ഇരയായവർക്കോ അവരുടെ ആശ്രിതർക്കോ ബന്ധപ്പെട്ട സംഘടനകൾക്കോ വ്യക്തികൾക്കോ വിവരങ്ങൾ നൽകുക. അതായത് ഈ ദുരിതാശ്വാസ തുകയുടെ കാര്യങ്ങളൊന്നും ചിലപ്പോ ഇവര് ചിലപ്പോ അത്ര അറിവുള്ളവരായിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചിലപ്പോ ഇപ്പോഴും ഏറ്റവും സമൂഹത്തിൽ താഴെ കിടക്കണ വ്യക്തികളായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, ചില ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഭയങ്കര താഴ്ന്ന ലെവലിലായിരിക്കും ഇപ്പോഴും ലൈഫ്. അപ്പൊ അവർക്ക് ഇതിനെ പറ്റി ഒന്നും വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ അവർക്ക് കിട്ടേണ്ട ഒരു നീതിയാണ്. ദുരിതാശ്വാസ തുക സംബന്ധിച്ച് അതിക്രമത്തിന് ഇരയായവർക്കോ അവരുടെ ആശ്രിതർക്കോ ബന്ധപ്പെട്ട സംഘടനകൾക്കോ വ്യക്തികൾക്കൊക്കെ വിവരം കൊടുക്കുക, FIRന്റെ പകർപ്പ് കൊടുക്കുക, അത് അവരുടെ അടിയന്തര സഹായം നൽകുക, ഇതൊക്കെ കേട്ടോ. ഇനി ക്രമസമാധാന സംവിധാനത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നടപടികൾ. എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് എടുക്കേണ്ടതെന്ന്. ഈ നിയമപ്രകാരം കുറ്റം ചെയ്തയാൾ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണെങ്കിൽ ഈ നിയമത്തിലെ 360 വകുപ്പിലുള്ള വ്യവസ്ഥകളും 1952 പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിലെ വ്യവസ്ഥകളും ബാധകമായിരിക്കുന്നതല്ല. ഓക്കെ, ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല, അങ്ങനെ നോക്കണ്ട. ഈ നിയമപ്രകാരം വ്യക്തികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന്. അതായത് ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു പ്രാഥമികമായിട്ട് ഒന്ന് അന്വേഷിച്ചിട്ടൊന്നും വേണമെന്ന് നിർബന്ധമില്ല എന്ന്. ഈ പറഞ്ഞ ഇവർക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായിന്ന് അറിഞ്ഞാൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യാം. അതിന് അന്വേഷണമൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ നിയമപ്രകാരം കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റിന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയുടെ ആവശ്യമൊന്നും ഇല്ലാന്നും. ഓക്കെ, ഇതിന് ഹയർ ലെവലുള്ള ആൾക്കാരുടെ അനുമതിയൊന്നും ആവശ്യമില്ല. അത് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത് എപ്പോഴും ചോദിക്കണ ഒരു ഭാഗമാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST. ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ഇത്രയും പറഞ്ഞ ഈ 1989 നിയമം ക്ലിയർ ആയോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ആരും ഒന്നും പറയണില്ലല്ലോ. 1989 നിയമം ക്ലിയർ ആയോ? ബാക്കിയുള്ളവരൊന്നും കൂടി പറയോ? ഉറങ്ങിപ്പോയാ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഈ ഭാഗത്തൊന്ന് ചോദിക്കാം. SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ഏറ്റവും കുറഞ്ഞ ശിക്ഷയും പറയാ, ഏറ്റവും കൂടിയ ശിക്ഷയും പറയണേ. പറയ്, ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്തിട്ടായിരുന്നു? 6 മാസം വരെ തടവ്. 6 മാസം വരെ തടവ്. ഏറ്റവും കൂടിയതോ? ജീവപര്യന്തം. ജീവപര്യന്തി. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പൊ പോക്സോ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വേണമെന്നുണ്ടെങ്കിൽ വധശിക്ഷ വരെ നടപ്പാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആ നിയമത്തിന്റെ വർഷം 1989 കേട്ടോ, മറന്നു പോകരുത്. മറ്റേ പൗരാവകാശ സംരക്ഷണ നിയമമാണെങ്കിൽ 1955 കേട്ടോ. പിന്നെ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ പറ്റും. ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ പഠിക്കുക, കേസ് അന്വേഷിക്കേണ്ടത് ആരാണെന്ന് പഠിക്കുക, അപ്പീല് പോകാനുള്ള ടൈം പഠിക്കുക, എത്ര ദിവസത്തിനുള്ളിൽ കേസുകൾ തീർപ്പാക്കണം. കേസുകൾ തീർപ്പാക്കണം 30 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം എന്നാണ് നിയമത്തിലുള്ളത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിക്കുക. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോണത് SC/ST കമ്മീഷൻ കേട്ടോ. നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചത് 1978 ഓഗസ്റ്റിലാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ചെയർമാൻ ബോല പസ്വാൻ ശാസ്ത്രിയാണ്. നോക്കിയേ, ഇത് ദേശീയ പട്ടികജാതി പട്ടികവർഗ ഒരുമിച്ചുള്ള കമ്മീഷനായിരുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി ഇത് ഇങ്ങനെ പറയുമെങ്കിലും ഈ പറഞ്ഞ വേറൊരു സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ വേറൊരു കമ്മീഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ നമ്മൾ ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാണ് പറയാ. ഇത് വെറും ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഓക്കെ, അത് രൂപീകരിച്ചത് 1978 അതിന്റെ ഇങ്ങനെ തന്നെ ചോദിക്കും, 1978 രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ച ബോല പസ്വാൻ ശാസ്ത്രി. ഇനി 1978 രൂപീകരിച്ച കമ്മീഷനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് 1987 പുനർനാമകരണം ചെയ്തു. 78 ഫോം ചെയ്ത കമ്മീഷന് 87 എന്തെന്ന് ഈ പറഞ്ഞ പേര് മാറ്റിയത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് 1987 നെയിമിംഗ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഒരു കമ്മീഷൻ വന്നത് ഇവർക്ക് വേണ്ടി, SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു കമ്മീഷൻ വന്നത് 1978. അത് നേരെ തിരിച്ചിട്ടാ മതി, 78 തിരിച്ചിട്ടാ മതി, 87 ഇതിനെ റീനെയിം ചെയ്തതെന്ന് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന്. ഇനി 1990 65 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 92 മാർച്ച് 12. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഒരു കമ്മീഷൻ വന്നത് 78, അതിനെ പുനർനാമകരണം ചെയ്തത് 87 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന്. ഇനി 92 മാർച്ച് 12 ഇതിങ്ങനെ തന്നെ ചോദിക്കൂട്ടാ, ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 92 മാർച്ച് 12. ഓക്കെ, ആദ്യമായിട്ട് ഒരു കമ്മീഷൻ വന്നത് 78 കമ്മീഷന്റെ ചെയർമാൻ ചോദിക്കാറുണ്ട്, ബോല പസ്വാൻ ശാസ്ത്രി. ഇനി സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വന്ന ഡേറ്റ് ചോദിച്ചാൽ 92 മാർച്ച് 12. ഇനി അതിന്റെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 90 65 ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി എന്താന്ന് മനസ്സിലായില്ലേ? അമെന്റ്മെന്റ് ആണ് കേട്ടോ. നിലവിലുണ്ടായിരുന്ന ഒരു ഭരണഘടനാ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ ഭരണഘടനയിൽ ആ ഒരു ഇതിന് മാറ്റം വരുത്തണേനെയാണ് ഭേദഗതി എന്ന് പറയുക. അതിലുള്ള കാര്യങ്ങൾ, വകുപ്പുകളായിരിക്കാം, അതിലുള്ള കൺസെപ്റ്റുകളായിരിക്കാം, അത് മാറ്റണേനെയാണ് ഭേദഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കണം കേട്ടോ. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദൻ ആണ്. ഈ സംയുക്ത പട്ടികജാതി, ഇപ്പൊ നമ്മൾ പറഞ്ഞ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 2003 89 ഭേദഗതി വഴിയാണ്. ഒന്നുമില്ല, ആദ്യമായിട്ട് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കി. അത് 78 ഫോം ചെയ്തത്. അതിനെ റീനെയിം ചെയ്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് 87 റീനെയിം ചെയ്തു. അതിന്റെ ആദ്യത്തെ ചെയർമാൻ, ഈ 78 രൂപീകരിച്ചതിന്റെ ആദ്യത്തെ ചെയർമാൻ ബോല പസ്വാൻ ശാസ്ത്രിയാണ്. പിന്നീട് ഇതിനെന്ത് ചെയ്തു, സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് പിന്നീട് വന്നു. അത് 90 65 ഭരണഘടനാ ഭേദഗതി പ്രകാരം 92 മാർച്ച് 12 വന്നു. അതിന്റെ ആദ്യത്തെ ചെയർമാനാണ് ശ്രീ രാംദൻ എന്ന് പറഞ്ഞ ആള്. ഇനി ഈ പറഞ്ഞ ഇവർക്ക് വേണ്ടിയിട്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കമ്മീഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് 2003 89 ഭരണഘടനാ ഭേദഗതി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2003 89 ഭേദഗതി പ്രകാരമാണ് രണ്ടാക്കിയത്. അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന ഒരു കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും പറഞ്ഞ് രണ്ട് കമ്മീഷൻ ആക്കിയത് ഈ പറഞ്ഞ 2003 89ാമത് അമെന്റ്മെന്റ് വഴിയാണ്. ഈ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ സാധനം മനസ്സിലായോ? ക്ലിയർ ആയോ? ഒന്നും കൂടി പറയണോ? മനസ്സിലാവാത്തവരുണ്ടോ? ആദ്യമായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വന്നു. അത് 78 വന്നത്. ആ 78 വന്ന കമ്മീഷന്റെ ചെയർമാനാണ് ബോല പസ്വാൻ ശാസ്ത്രി. അപ്പൊ ചോദിക്കും, 78 പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ബോല പസ്വാൻ ശാസ്ത്രിയാണ്. ഇനി ഇതിനെ ഒന്ന് റീനെയിം ചെയ്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ള പേര് വന്നത് 87
അത് കഴിഞ്ഞ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വന്നു. അത് വന്നത് 92 മാർച്ച് 12 90-ലെ 65-ാം അമെന്റ്മെന്റ് വഴിയായിട്ടാണ്. അതിന്റെ ചെയർമാനാണ് ശ്രീ രാമദൻ. പിന്നീട് കുറച്ചു കാലം കൂടി കഴിഞ്ഞ് 2003 എത്തിയപ്പോഴത്തേക്കും 89-ാമത്തെ അമെന്റ്മെന്റ് വഴി ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞു രണ്ട് കമ്മീഷൻ ആക്കി. അത് നിലവിൽ വന്ന് 2004 നമ്മൾ ഇനി പറയും. ക്ലിയർ ആണോ? ആദ്യം 78 വന്നു, അത് കഴിഞ്ഞ് 92 സംയുക്തം പറഞ്ഞു വന്നു, പിന്നെ 2004 രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി വന്നു. ക്ലിയർ ആണോ? പറയൂ, ക്ലിയർ ആയോ? ഒരാളെ പറയണുള്ളൂല്ലോ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വേണമെങ്കിൽ വായിച്ചു നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആദ്യമായിട്ട് കമ്മീഷൻ രൂപീകരിച്ചത് 78 ഓഗസ്റ്റില്. 78 രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ഭോല പാസ്വാൻ ശാസ്ത്രി. ഇനി അതിന്റെ പേരാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് 87 പുനർനാമകരണം ചെയ്തു. ഇനി 90-ലെ 65-ാം ഭേദഗതി പ്രകാരം ഇതിന് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനായി. അത് വന്നത് 90. അപ്പൊ ഇങ്ങനെയാണ് ചോദിക്കുക, ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 92 മാർച്ച് 12. ഇനി ഇതിന്റെ ആദ്യ ചെയർമാൻ ശ്രീരാമദൻ. ഇനി ഈ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. അത് 2003-ലെ 89-ാമത് അമെന്റ്മെന്റ് വഴിയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും, ഇങ്ങനെ രണ്ട് കമ്മീഷന്റെ കാര്യമാണ്. അപ്പൊ ആദ്യത്തെ കമ്മീഷനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ. അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 338 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ ചോദിച്ച ആർട്ടിക്കിൾ 338. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 2003-ലെ അമെന്റ്മെന്റ് വഴിയാണ് നിലവിൽ വന്നതെന്ന്. അപ്പൊ ഈ പട്ടികജാതി കമ്മീഷനായിട്ട് നിലവിൽ വന്നത് 2004. അമെന്റ്മെന്റ് 2003 വന്നാലും സംഭവം നിലവിൽ വന്നത് പട്ടികജാതി കമ്മീഷനായിട്ട് നിലവിൽ വന്നത് 2004. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ വർഷം. ഇനി ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതായത് ഈ ആർട്ടിക്കിൾ ഉള്ളതൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അല്ലാത്ത ആർട്ടിക്കിൾ ഇല്ലാത്തതൊക്കെ ഏതെങ്കിലും നിയമപ്രകാരം വന്നോ. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിന് ആർട്ടിക്കിൾ ഒന്നുമില്ല. അതൊരു നിയമം 93-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷെ ഈ ഇതും ചോദിച്ചിട്ടുണ്ട്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ഇനി ആർട്ടിക്കിൾ 338 പറയുന്നത് ഇതിന്റെ കമ്മീഷന്റെ ചെയർമാനെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. 5 അംഗങ്ങളാണുള്ളത് കേട്ടോ. മറ്റേ ഇനി അടുത്ത വരുന്ന പട്ടികവർഗത്തിലും 5 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. കാലാവധി 3 വർഷം. അപ്പൊ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. 5 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. കാലാവധി 3 വർഷം. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ശ്രീരാമദൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞത് അത് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനാ. ഇനി ഈ 78-ലെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് റാം പസ്വാൻ ശാസ്ത്രിയാണ്. ഇനി ആദ്യമായിട്ട് നിലവിൽ വന്ന 2004 ദേശീയ പട്ടികജാതി കമ്മീഷൻ ആദ്യമായിട്ട് നിലവിൽ വന്നപ്പോ അതിന്റെ ചെയർമാൻ സൂരജ് ബാൻ കേട്ടോ. ഇതും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ചോദിച്ച സൂരജ് ബാൻ. ഇപ്പോഴത്തെ ചെയർമാൻ കിഷോർ മക്വാനിയാണ്. നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, എക്സാം ടൈമിൽ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ദേശീയ പട്ടിക ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രസന്റ് ചെയർമാന്റെ പേരൊക്കെ ചോദിക്കാറുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായിക് ഭവൻ. അപ്പോ 2004 നിലവിൽ വന്ന ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ ചോദിച്ച 338 ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിള്. കമ്മീഷൻ നിലവിൽ വന്നത് 2004 പിന്നെ പ്രസിഡന്റ് ആണ് ഇതിന്റെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത്. 5 അംഗങ്ങളാണുള്ളത്. കാലാവധി 3 വർഷമാണ്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സൂരജ് ബാൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാൻ. പിന്നെ കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായിക് ഭവൻ, ന്യൂഡൽഹി. ഇനി അടുത്തതാണ് രണ്ടാമത്തെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ. 338A പറയണം. ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ആർട്ടിക്കിൾ 338 ആണ്. ഇവിടെ ആർട്ടിക്കിൾ 338A. ഇത് STD ആണ് കേട്ടോ. അത് SCD ആണ്. പട്ടികജാതി എന്ന് പറയുന്നത് SCയും ST എന്ന് പറയുന്നത് പട്ടികവർഗമാണ് കേട്ടോ. ഇനി ദേശീയ പട്ടിക അവിടെ പഠിച്ച പോലെ തന്നെ കമ്മീഷൻ നിലവിൽ വന്ന് 2004 ഭരണഘടനാ സ്ഥാപനമാണ്. അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 338A ആണ്.
5 അംഗങ്ങളാണുള്ളത്. കാലാവധി 3 വർഷം. സെയിം അവിടെ പഠിച്ചത് തന്നെ. 2004 നിലവിൽ വന്നു. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണു. 5 മെമ്പേഴ്സ്, കാലാവധി 3 വർഷം. ഓക്കെ. ഇതിന്റെ പട്ടികവർഗത്തിന്റെ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കൺവർ സിംഗ്, മറ്റേതിന്റെ സൂരജ് ബാൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ സൂരജ് ബാൻ ആണ്. പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ കൺവർ സിംഗ് കേട്ടോ. പട്ടികവർഗ കൺവർ സിംഗ്. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം നേരത്തെ പറഞ്ഞ ലോക് നായക് ഭവൻ. ഇപ്പോഴത്തെ അനന്തർ സിംഗ് ആരിയാണ്. ഇതിപ്പോ നോക്കണ്ട. ഓക്കെ. അപ്പൊ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ കൺവർ സിംഗ് കേട്ടോ. ഇത് ക്ലിയർ ആയോ? ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ചെയർമാന്റെ പേര് ചോദിക്കാറുണ്ട്. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? കാലാവധി 3 വർഷം, അംഗങ്ങൾ 5, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണു. ലോക് നായക് ഭവൻ ആസ്ഥാനം. പട്ടികജാതി കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ സൂരജ് ബാൻ. പട്ടികവർഗ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ കൺവർ സിംഗ്. 338 പട്ടികജാതി കമ്മീഷനെ പറ്റിയുള്ള ആർട്ടിക്കിൾ. 338A പട്ടികവർഗ കമ്മീഷന്റെ ആർട്ടിക്കിൾ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഒന്നും പറയണില്ലല്ലോ. ഓക്കെ. കിട്ടണ്ടെന്ന് വിചാരിക്കണം. ഇനി അടുത്തതാണ് കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഇത്ര നേരം നമ്മൾ നാഷണൽ ലെവലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2007 സെപ്റ്റംബർ 11 കേട്ടോ. ഓക്കെ. ഇവിടെ വന്നത് 2007 സെപ്റ്റംബർ 11. ഈ നിയമത്തിൽ ഇത് പഠിക്കണ്ട. ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗം എന്നീ പദങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ 366 ആർട്ടിക്കിളിൽ പറയുന്ന അർത്ഥം ഉണ്ടെന്നാണ് പറയണത്. ജസ്റ്റ് നോക്കി പോയാൽ മതി. ഇനി ചെയർപേഴ്സൺ. ഇനി ഈ SC/ST കമ്മീഷനിൽ ആരൊക്കെയുണ്ടെന്ന് ആണ് ഈ പറയണത്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ചെയർപേഴ്സൺ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽ പെടുന്നതും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം ഒരു ചെയർപേഴ്സൺ എന്ന് പറയണത്. സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ചെയർപേഴ്സൺ എന്ന് പറയണത് ഒന്നെങ്കിൽ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. ആ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. അത് കൂടാണ്ട് 2 അംഗങ്ങളും കൂടി ഉണ്ട്. മൊത്തം 3 അംഗങ്ങളും ഉണ്ട്. ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. അവിടെ ആണെങ്കിൽ നമുക്കറിയാം 5 അംഗങ്ങള് 3 വർഷമാണ് കാലാവധി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി. ഇനി അധ്യായം 2-ലാണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഉള്ള സംസ്ഥാന കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഈ നിയമപ്രകാരമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. കാലാവധി അവിടെ പറഞ്ഞ പോലെ തന്നെ 3 വർഷം. ഇനി ഈ കമ്മീഷനിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഒഴിവ് നിർത്തണം. ഇമ്പോർട്ടന്റ് ആയിട്ടോ. 3 മാസത്തിനുള്ളിൽ ഒഴിവ് നികത്തണം. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നിയമനിർമ്മാണ സഭയ്ക്ക് മുമ്പാണ്. ഓക്കെ. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നേ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യങ്കാളി ഭവൻ എന്തിന്റെ ആസ്ഥാനമാണ്? കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ. ഇവിടെ ഒരൊറ്റ കമ്മീഷനേ ഉള്ളൂ കേട്ടോ. അവിടെയാണ് അത് 2 എണ്ണം ഉള്ളത് സ്റ്റേറ്റില്. ഇപ്പൊ BS മാവോജിയാണ് നിലവിലെ ഇതിന്റെ ചെയർമാൻ. ഓക്കെ. ചെയർമാൻ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയണില്ല. അയ്യങ്കാളി ഭവനാണ് ആസ്ഥാനം. നിലവിൽ വന്ന് 2007-ലാണ്. ഓക്കെ. 2007 സെപ്റ്റംബർ 11. പിന്നെ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവണം. അത് കൂടാണ്ട് 2 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി. 3 വർഷം കാലാവധി. അയ്യങ്കാളി ഭവനാണ് ആസ്ഥാനം. ഇനി ഈ കമ്മീഷന്റെ അധികാരം എന്ന് പറയുന്നത് ഒരു അന്വേഷണം നടത്തുന്ന അവസരത്തിൽ കമ്മീഷന് താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു സിവിൽ കോടതിയുടെ സമാനമായ അധികാരമുണ്ട്. ഓക്കെ. അപ്പൊ ഈ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ സ്റ്റേറ്റ്മെന്റിന്. ഒരു അന്വേഷണം നടത്തുന്ന അവസരത്തിൽ കമ്മീഷന് എന്തിന്റെ അധികാരമുണ്ട്? ഒരു സിവിൽ കോടതിയുടെ സമാനമായ അധികാരം ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ഏതൊരു വ്യക്തിയും വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനും വിശദീകരണം തേടാനും അധികാരമുണ്ട്. ഏത് രേഖയും കണ്ടെത്താനും ഹാജരാക്കാനും അധികാരമുണ്ട്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയിലോ അതിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്നതിന് ആവശ്യമുണ്ട്. ഏതെങ്കിലും ഓഫീസിൽ നിന്ന് പകർപ്പൊക്കെ എടുക്കാൻ അവകാശമുണ്ട്. സാക്ഷികളുടെ രേഖയുടെ വിസ്താരത്തിനായി സമൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്.
ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ ഉണ്ടെങ്കിലും സിവിൽ കോടതിയുടെ സമാനമായ അധികാരം ഉണ്ടെങ്കിലും ശിക്ഷ നടപടികൾക്ക് ശിക്ഷ കൊടുക്കാനൊന്നും അധികാരമില്ല കേട്ടോ. അത് എപ്പോഴും സ്റ്റേറ്റ്മെന്റിൽ കയറി ചോദിക്കണ സാധനമാണ്. ശിക്ഷ കൊടുക്കാൻ അധികാരമുണ്ടോ? ശിക്ഷ കൊടുക്കാൻ അധികാരമില്ല. വിളിച്ചു വരുത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, ഹാജരാക്കാനുള്ള രേഖകളൊക്കെ അതൊക്കെ കണ്ടുപിടിക്കുക, പകർപ്പൊക്കെ ആവശ്യപ്പെടുക, അതൊക്കെ ഉള്ളൂ അധികാരം. ശിക്ഷ കൊടുക്കാനൊന്നും അധികാരമില്ല കേട്ടോ. സർക്കാർ ഗ്രാന്റുകളെ പറ്റി പറയുന്നത് സെക്ഷൻ 12ലാണ്. ഈ നിയമത്തിലെ ആവശ്യങ്ങൾ പ്രയോഗിക്കുന്നതിന് സർക്കാരിന് അനുയോജ്യമെന്ന് തോന്നുന്ന തുക സംസ്ഥാന നിയമസഭ വഴി സർക്കാർ ഗ്രാന്റുകളായി കമ്മീഷൻ നൽകുന്നു. അത് സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന തുക കമ്മീഷന് ഈ നിയമത്തിലെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അനുയോജ്യമെന്ന് തോന്നുകയാണെങ്കിൽ ചെലവാക്കാവുന്നത്. അതായത് സംസ്ഥാനങ്ങൾ ഈ കമ്മീഷന് ഗ്രാന്റ് കൊടുക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്മീഷന് ഉചിതമായ അക്കൗണ്ടുകളും മറ്റ് പ്രസക്തമായ രേഖകളും പരിപാലിക്കുകയും നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അക്കൗണ്ടുകളുടെ വാർഷിക സ്റ്റേറ്റ്മെന്റ് തയ്യാറാകുന്നില്ല. വർഷത്തില് ആനുവൽ ആയിട്ട് ആ ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു ഇയറിൽ നടന്ന അതിന്റെ അക്കൗണ്ട്സ് ഒക്കെ കാണിക്കണം, ആ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ക്ലിയർ ആയോ? മൈനോറിറ്റി കമ്മീഷൻ കൂടി താങ്ങുമോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മാർക്ക് പോവരുതല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ. സെഷൻസ് ഒന്നും പഠിക്കണ്ട. അവർക്കെതിരെയുള്ള തെറ്റുകൾ ഏതൊക്കെയാണ്, ആ കമ്മീഷനുകളൊക്കെ നിലവിൽ വന്ന വർഷമൊക്കെ പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ, പറയൂ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഉറങ്ങിപ്പോയാ? ഓക്കെ, 5 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് അടുത്തതും കൂടി അവസാനിപ്പിക്കാം. മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമുക്ക് അറിയാലോ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ 1978 ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് രൂപീകൃതമായത്. ആദ്യത്തെ നോൺ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന്റെ ചെയർമാൻ MR മസാനിയാണ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മസാനിയാണ് ആദ്യത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ. 92 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്, ഈ നിയമം പഠിച്ചു നോക്ക്. 92 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് അനുസരിച്ചാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകൃതമായത്. നോക്കിയേ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ് കേട്ടോ. മറ്റേതിന് രണ്ടിനും ആർട്ടിക്കിൾ ഉണ്ട്, മൈനോറിറ്റി കമ്മീഷന് ആർട്ടിക്കിൾ ഇല്ല. അത് കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ്. അത് ഏതെങ്കിലും നിയമം വഴി ഉണ്ടായതാണ്. പ്രധാന ലക്ഷ്യം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക, നമുക്ക് അറിയണ കാര്യമാണ്. ഇനി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്ന് 93 മെയ് 17 നിയമം 92 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്നത് 1993 മെയ് 17. ഇമ്പോർട്ടന്റ് ആട്ടാ, 93 മെയ് 17. കുടുംബശ്രീയുടെ മെയ് 17 ഡേറ്റ്. ഓക്കെ, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി 7 അംഗങ്ങളാണുള്ളത് കേട്ടോ ന്യൂനപക്ഷ കമ്മീഷനിൽ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ട്. അംഗങ്ങളെ നിയമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവിടത്തെ പോലെ തന്നെ 3 വർഷമാണ് കാലാവധി. 7 അംഗങ്ങൾ ഉണ്ടെന്ന് മാത്രം. അവിടെയാണെങ്കിൽ ആകെ 5 അംഗങ്ങളുള്ളൂ ദേശീയത്തില്. ഇനി ന്യൂനപക്ഷങ്ങളായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളാണ്. ഒന്ന് മുസ്ലിംസ്, നമുക്കറിയാം മുസ്ലിംസ് ന്യൂനപക്ഷ വിഭാഗമാണ്. ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമാണ്. സിഖുകാര് ന്യൂനപക്ഷമാണ്. ബുദ്ധമതക്കാര്, പാഴ്സി മതക്കാര്, ജൈനമതം, ഈ 6 മതത്തെയാണ് നമ്മള് ന്യൂനപക്ഷമായിട്ട് കാണുന്ന മതവിഭാഗങ്ങൾ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. ഓക്കെ, നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ആദ്യ ചെയർമാൻ മുഹമ്മദ് സാദിർ അലിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ. ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി. ന്യൂനപക്ഷ അവകാശ ദിനം, ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്. ഡിസംബർ 18 ന്യൂനപക്ഷ അവകാശ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂനപക്ഷം നിയമം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നെന്ന 1993 മെയ് 17 ദേശീയ മൈനോറിറ്റി കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 93 മെയ് 17 ദേശീയ കമ്മീഷൻ ദേശീയ മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ആദ്യ മലയാളിയാണ് ജോർജ് കുര്യൻ.
ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല ന്യൂനപക്ഷ വിഭാഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അവരെന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നതെന്ന് റിപ്പോർട്ട് കൊടുക്കുക. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ, അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ശുപാർശകൾ കൊടുക്കുക, ഗവേഷണം നടക്കുക, റിപ്പോർട്ടൊക്കെ സർക്കാരിന് പഠിച്ചു കൊടുക്കാം. ഇനി അടുത്തത് അത്രയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിൽ വന്നും 93 മെയ് 17. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കേരള ഗവർണറുടെ 2013 ഓർഡിനൻസിലൂടെ കേരള മൈനോറിറ്റി കമ്മീഷൻ രൂപീകൃതമായത് 2013 ജൂൺ 13 അവിടെ 93 മെയ് 17, ഇവിടെ 2013 ജൂൺ 13 കേട്ടോ. 2014 കേരള സംസ്ഥാന മൈനോറിറ്റീസ് ആക്ട് നിലവിൽ വന്നത്. 2013 മെയ് 15 മുൻകാല പ്രാബല്യത്തോടുകൂടി നിലവിൽ വന്നു. ഈ ഡേറ്റ് മാത്രം പഠിച്ചാൽ മതി, 2013 ജൂൺ 13. കമ്മീഷനിലെ അംഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഉള്ളവരായിരിക്കണം എന്നുണ്ട്, പിന്നെ ഒരാൾ വനിതയായിരിക്കണം എന്നുണ്ട് കേട്ടോ. കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ടാവണം, അതേപോലെ ഒരംഗം വനിതയായിരിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള ഒരു അംഗം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ സർക്കാരാണ് നാമനിർദ്ദേശനം ചെയ്യുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേക അറിവുള്ളതും ആ വിഷയങ്ങളിൽ അനുഭവജ്ഞാനമുള്ള ഒരു വനിതയെ റിക്രൂട്ട് ചെയ്യണതൊക്കെ ആരാന്ന് ചോദിക്കും, അതൊക്കെ സർക്കാരാണ് കേട്ടോ. ന്യൂനപക്ഷം എന്നത് 92 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധീകരിക്കപ്പെടുത്തിയിട്ടുള്ള സമുദായം. നേരത്തെ നമ്മൾ കുറച്ച് സമുദായങ്ങൾ പറഞ്ഞു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധൻ, പാഴ്സി, ജൈനമതം, അതൊക്കെയാണ് ഈ പറഞ്ഞ ന്യൂനപക്ഷ കമ്മീഷൻ ഇതനുസരിച്ച് സമുദായങ്ങൾ വരിക. ആസ്ഥാനം തിരുവനന്തപുരമാണ്. 3 അംഗങ്ങളാണുള്ളത്. ഇനി ചെയർമാനായി സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേക അറിവുള്ള ആളായിരിക്കണം. കാലാവധി 3 വർഷമാണ്. രാജി സമർപ്പിക്കേണ്ടതൊക്കെ സംസ്ഥാന സർക്കാരിനാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതിന്റെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുക, സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും മതപരവും ഭാഷാപരവുമായ പുരോഗതിയും കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും ഹനിക്കപ്പെടുന്ന പരാതികൾ പരിശോധിക്കുക. നമുക്ക് അറിയണ കാര്യം തന്നെ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴില് സർക്കാരിന്റെ നിയമങ്ങൾക്ക് കീഴിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണ ശാക്തീകരണത്തിനുള്ള അതൊക്കെ നിരീക്ഷിക്കുക. അതൊക്കെ തന്നെ ഈ പഠിക്കുക. അതൊക്കെ തന്നെ. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നിയമപരിപാലനം കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മള് ഈ വർഗീയ സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയിൽ അവിടെ നിയമം മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന് ഈ പറഞ്ഞ കമ്മീഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ വിവിധ തൊഴിൽ പദ്ധതികളും സാമൂഹിക പദ്ധതികളും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. ഇത്ര ശതമാനം ന്യൂനപക്ഷങ്ങൾ വേണമെന്ന് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉറപ്പുവരുത്തുക കേട്ടോ. ഇത്രയാണ് ന്യൂനപക്ഷ കമ്മീഷനെ പറ്റി പറയാനുള്ളത്. ആ ഡേറ്റ് രണ്ടും പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തരാം, ചോദിക്കട്ടെ? ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? ക്വസ്റ്റ്യൻ വേണ്ടേ? മതിയായ? ക്വസ്റ്റ്യൻ വേണ്ടെന്ന് പറയണ്ടല്ലോ. കുറച്ച് എന്താ ക്ലിയർ ആയില്ല? ഒന്നുകൂടി പറയോ? എന്തോ പറഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ വേണ്ടെന്നാണോ? വേണ്ടെങ്കിൽ ഞാൻ തരില്ല. എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഉറങ്ങിപ്പോയാ? ക്വസ്റ്റ്യൻ വേണോ? പറയ്, ഇല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും. ചാറ്റിലൊന്നിടോ, ക്ലിയർ ആവണില്ല. വേണ്ടാന്നൊക്കെ കാണുന്നുണ്ട്. വേണോ? ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഇത് 10th ലെവൽ ഒരു പ്രിലിംസിന് ചോദിച്ചതാണ്. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ വേഗം പറഞ്ഞു. പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5 ആണ് അല്ലെ. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ. അഞ്ച്. ഇതും കൂടി കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. ന്യൂനപക്ഷത്തിൽ നിന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. ബാക്കി പരീക്ഷയ്ക്ക് ഇടാം. ഓക്കെ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവന പരിശോധിച്ച് ഉചിതമായത് ഉത്തരം എഴുതാം. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. ശരിയോ തെറ്റോ? ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധീകപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. പറയ്, ആൻസർ പറ. ട്രൂ ഓർ ഫോൾസ്? യെസ് ഓർ നോ? ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ഓപ്ഷനും കൂടി പറയാം. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ശരിയോ തെറ്റോ? ഓക്കെ. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ളതും ആ വിഷയങ്ങളിൽ അനുഭവജ്ഞാനമുള്ളതുമായ ഒരു വനിതയെ സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. അതാണ് രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷനാണ് ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധീകരിക്കപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം. ഈ 2 പോയിന്റ് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അത് ചോദിച്ചേക്കണത് കഴിഞ്ഞ 2021 OAക്ക് ചോദിച്ചേക്കണതാണ് കേട്ടോ. ഓക്കെ. ഇന്നലെ കഴിഞ്ഞ എക്സാമിന്റെ പോലത്തെ 2021 നടന്ന പരീക്ഷയ്ക്ക്. അപ്പൊ ക്ലിയർ അല്ലേ? താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അവസാനിപ്പിക്കാം. ഓക്കെ.